രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. കാരുണ്യരൂപം കരുണാകരം നീലാംബുദ ശ്യാമളകോമളംഗം സീതാസമാരോപിതവാമഭാഗം പാണോ മഹാസായകചാരുരൂപം നമാമി രാമം രഘുവംശനാഥം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. രാമായണ സംസ്കൃതിയിൽ അത്യധികം വിശേഷപ്പെട്ട വിഭീഷണൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുമായിട്ടുള്ള സംഭാഷണമാണ് അനുസ്മരിച്ചത്. ഒരുപാട് ഉപദേശങ്ങൾ വിഭീഷണൻ രാവണന് നൽകി. ആ നൽകിയ ഉപദേശങ്ങളെയൊക്കെ വിസ്തരിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയോട് തുറന്നു പറയുകയും ചെയ്തു. ശ്രീരാമനോട് വിരോധം വേണ്ട, ശ്രീരാമൻ സാക്ഷാൽ പരബ്രഹ്മമാണ്, അവിടുന്ന് പരിപൂർണ ബ്രഹ്മം തന്നെയാണ്, ഭക്തപ്രിയനാണ് അവിടുന്ന്, പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും, ജനാർദ്ദനൻ ചെയ്ത അപരാധങ്ങളെല്ലാം എല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയോട് അവിടുത്തെ പാദാംബുജത്തിൽ വീണ് നമസ്കരിക്കുക. സീതാദേവിയെ ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. ഇനിയെങ്കിലും നേരെയാകൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശമായിരുന്നു. സജ്ജനങ്ങളോട്, സാധുജനങ്ങളോട് വിരോധം നല്ലതല്ല.
നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തനിക്ക് പലതും പറഞ്ഞു തരുന്ന ആളുകളൊന്നും ആപത്ത് വരുന്ന സമയത്ത് കഷ്ടകാലത്തിൽ ഉണ്ടാവുകയില്ല. ജ്യേഷ്ഠൻ രാമശരമേറ്റ് മരണം വരിക്കുമ്പോഴുള്ള ദുഃഖമുള്ളിലുള്ളത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്ന് വരെ വിഭീഷണൻ പറഞ്ഞു. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും സഹായത്തിനുണ്ടാവുകയില്ല. യുദ്ധം നല്ലതല്ല, ഒരിക്കലും തമ്മിലടി വേണ്ടതില്ല. സ്നേഹമാണ് വേണ്ടത്. വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ ആ ഭാവം മുഴുവൻ അങ്ങനെ കളഞ്ഞ് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരസ്പര സൗഹാർദ്ദത്തിൻ്റെ, നന്മയുടെ മനസ്സ്, അതാണ് അങ്ങേക്കുണ്ടാകേണ്ടതെന്നുള്ള അതിവിശേഷപ്പെട്ട ഉപദേശം ശ്രീരാമനെ ആ വിരോധഭാവം കളഞ്ഞ് സ്നേഹഭാവത്തോടുകൂടി സമീപിക്കാനുള്ള ഉപദേശം, യുദ്ധത്തെ ഒഴിവാക്കാനുള്ള ഉപദേശം. ശത്രുക്കളല്ല യഥാർത്ഥത്തിൽ ശത്രുക്കളാകുന്നത്, മിത്രഭാവത്തോടെ അരികെ കഴിഞ്ഞുകൂടുന്ന ശത്രുക്കളാണ് ഒരുവന് ഏറ്റവും വലിയ ശത്രു എന്ന്